എങ്ങനെയൊക്കെ ഇന്നത്തെ പരിപാടികൾ? ഇന്നത്തെ പരിപാടി ഇപ്പൊ രാവിലെ നമ്മൾ സീതാറാം മില്ലിൽ പോയിട്ടുണ്ടായിരുന്നില്ല, അവിടെ പോയി. പിന്നെ കുറച്ച് ഇരിങ്ങാലക്കുടയിലും പുതുക്കാടും ഒക്കെ കുറെ പരിപാടി എല്ലാ മണ്ഡലത്തിലും പോകും. ഈ ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ കുറച്ച് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാടി നിൽക്കണോ, അത് ഉറപ്പിക്കുകയാണോ ഉദ്ദേശം? ചാഞ്ചാടിക്കോട്ടെ, നമുക്ക് കിട്ടാലോട്ട് നമുക്ക് കിട്ടല്ലോ. എന്റെ പ്രതീക്ഷ 100% ഞാൻ ജയിക്കും എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു സാധനം CA ഒക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ അതിന്റെ ഗുണം ശരിക്കും മാർക്കോട്ട് ഇടതുപക്ഷത്തിനോട്ടോ കോൺഗ്രസിനോട്ടോ, കോൺഗ്രസ് നൈറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപാട് നടത്തിയിരുന്നല്ലോ. നൈറ്റ് മാർച്ച് നടത്തുന്നേക്കാൾ നല്ല ഒരു ചാവക്കാട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ റാലി മാറ്റിവെച്ചത്? അത് CA പറ്റി രാഹുൽ ഗാന്ധിക്ക് അവിടെ വന്ന് വിശദീകരണം നൽകാൻ പറ്റാത്തതുകൊണ്ട് മാറ്റിയതാണ്. സത്യത്തിൽ അതാണ് എന്റെ വസ്തുത. ഇതുവരെ രാഹുൽ ഗാന്ധി പൗരത്വ നിയമ ഭേദഗതിയെ പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ ജാഥ നടത്തിക്കൊണ്ട് കാര്യമില്ല. അവർ ദേശീയ നേതാക്കന്മാരുടെ നിലപാടിൽ വ്യക്തമാക്കണം, അവരുടെ പ്രകടന പത്രികയിൽ വ്യക്തമാക്കണം. ഇത് രണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഈ ഒരു മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നരേന്ദ്രമോദി നടത്തുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ? ആ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഹിറ്റ്ലർ ജർമ്മനിയിൽ നടത്തിയ സ്റ്റേറ്റ്മെന്റിന് സമാനമായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ പരാമർശം ചർച്ചയായിട്ടുണ്ടോ ശരിക്കും മണ്ഡലത്തിൽ? അത് ചർച്ച ചെയ്യല്ലോ, നാട്ടിൽ ചർച്ച ചെയ്യല്ലോ, നാട്ടിൽ ജനങ്ങൾ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്ന പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത്. എന്നിട്ട് പോലും പൗരത്വ നിയമ ഭേദഗതിയെ പറ്റി കോൺഗ്രസ് മിണ്ടുന്നില്ല. അപ്പോൾ അത് പ്രധാനപ്പെട്ട, അതുകൊണ്ടാണ് റാലി മാറ്റിയത്. അല്ലാതെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അസുഖം വന്നുകൊണ്ടാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഇപ്പം അത് റെസ്പെക്ട് ചെയ്തേ പറ്റൂ. പൂരം നമുക്ക് തന്നെ അല്ല, പൂരം ഈ പൂരത്തിലെ ഇടതുപക്ഷത്തിന് തെടമ്പ് ഇടതുപക്ഷത്തിനാ. പൂര വിഷയങ്ങളൊന്നും നമുക്ക് വിഷയങ്ങൾ ആരുണ്ടാക്കിയെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. പൂരം വിഷയത്തെ ശബരിമല പോലെ ആക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ ഇവിടെ. പിന്നെ പൂരം തടസ്സപ്പെടുമ്പോഴേ അതിൽ വിഷമിക്കുന്നവരും സന്തോഷിക്കുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. നമ്മൾ വിഷമിച്ച കൂട്ടത്തിലായിരുന്നു, സന്തോഷിക്കുന്ന കൂട്ടരാണ് വിവാദം ഉണ്ടാക്കുന്നത്. അവർക്ക് ഉദ്ദേശം എന്താ വെച്ചാൽ ഇതൊരു വോട്ടിന് വേണ്ടിയുള്ള മാർഗ്ഗമാക്കി മാറ്റാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുള്ളൂ. ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മനസ്സിലാവുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് അതും പ്രശ്നമില്ല. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. ഏതായാലും നിശബ്ദ പ്രചാരണത്തിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് VS സുനിൽകുമാർ ഉള്ളത്. മലക്കോട് സിമോനൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.